ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? അത് നിങ്ങൾ ചാപ്റ്റർ 1 പഠിച്ചതാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ ഒരു ഫംഗ്ഷൻ f ഫ്രം x to y ഇൻവേർട്ടിബിൾ ആണെന്ന് പറയണമെങ്കിൽ ഒരു ഫംഗ്ഷൻ g എക്സിസ്റ്റ് ചെയ്യണം അല്ലേ? ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ g ഫ്രം y to x സച്ച് ദാറ്റ് അത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? g കോമ്പോസിഷൻ f ഓഫ് x ചെയ്ത് കഴിഞ്ഞാൽ x കിട്ടണം, ആൻഡ് f കോമ്പോസിഷൻ g ഓഫ് y ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y കിട്ടണം. അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഇസ് ഇൻവേർട്ടിബിൾ ആൻഡ് g ഇസ് ദ ഇൻവേഴ്സ് ഓഫ് f. ഇതാണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷൻ. പിന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒരു റിമാർക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിമാർക്ക് എന്താണ്? എഫ് ഇസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇസ് 1 1 ആൻഡ് ഓൺ 2. ഇപ്പോൾ എഫ് 1 1 ആൻഡ് ഓൺ 2 ആണെങ്കിൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻവേർട്ടിബിൾ. അപ്പോൾ ആ ഫംഗ്ഷൻ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി 1 1 ആൻഡ് ഓൺ 2 ഈ രണ്ട് കണ്ടീഷനും ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനൊക്കെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കാണ് സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സിന്റെ ഡൊമെയിൻ എന്താ? ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. ആൻഡ് റേഞ്ച് എന്താണ്? റേഞ്ച് ഇസ് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 അല്ലെ? ഇങ്ങനെയാണ് സൈൻ എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഡൊമെയിനിലത്തെ ഏത് വാല്യൂ എടുത്ത് ഈ സൈൻ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എവിടെയാ ലൈ ചെയ്യുക? ദാറ്റ് ലൈസ് ഇൻ ദിസ് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. അതുകൊണ്ടാണ് സൈൻ എക്സിന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. ഇനി സൈൻ എക്സിന്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് വരച്ച് നോക്കാം. നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇപ്പൊ സൈൻ 0 എന്താണ്? ദാറ്റ് ഇസ് 0. സൈൻ π/2 എന്താ? ദാറ്റ് ഇസ് 1. സൈൻ π എന്താണ്? ദാറ്റ് ഇസ് 0. സൈൻ 3π/2 എന്താണ്? ദാറ്റ് ഇസ് -1. സൈൻ -π/2 എന്താ? ദാറ്റ് ഇസ് -1. സൈൻ -π എന്താണ്? ദാറ്റ് ഇസ് 0. സൈൻ -3π/2 എന്താണ്? ദാറ്റ് ഇസ് 1. അപ്പൊ നമുക്ക് ഈ പോയിന്റ്സിനൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടുക. അപ്പൊ ഇതാണ് നമ്മുടെ സൈൻ എക്സിന്റെ ഗ്രാഫ് അല്ലെ? y = സൈൻ എക്സ് ആണ് ഇപ്പൊ നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പൊ ഈ സൈൻ എക്സ് ഇൻവേർട്ടിബിൾ ആണോ? അതെങ്ങനെയാണ് നിങ്ങൾ നോക്കുക? ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ഫംഗ്ഷൻ 1 1 ആൻഡ് ഓൺ 2 ആവണം. പക്ഷേ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഫംഗ്ഷൻ 1 1 അല്ല. എന്താ കാരണം? ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈൻ ഒന്നിലധികം പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? വിച്ച് മീൻസ് ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. അല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഇപ്പോൾ സൈൻ -π/2ന്റെ വാല്യൂ എന്താ? സൈൻ -π/2 എന്ന് പറയുന്നത് -1 ആണ്. അതേപോലെ തന്നെ സൈൻ 3π/2, സൈൻ 3π/2 എന്ന് പറയുന്നതും എന്താണ്? -1 തന്നെയാണ് അല്ലെ? ഇപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസിന് സെയിം ഇമേജ് ആണ് കിട്ടിയത് അല്ലെ? അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? ഇറ്റ് ഇസ് നോട്ട് 1 1. അപ്പൊ അങ്ങനെയും പറയാം. ഇനി ഫംഗ്ഷൻ ഓൺ 2 ആണോ? ഓൺ 2 ആണ്. എന്താ കാരണം? ഇവിടുത്തെ കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് അല്ലെ? ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 ആണ് ഇവിടുത്തെ കോഡൊമെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഈ കോഡൊമെയിനിലത്തെ ഏത് എലമെന്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു എലമെന്റ് എടുക്കാണ്. അപ്പൊ ഇതാണ് ഒരു എലമെന്റ്. അപ്പൊ ഈ എലമെന്റിന്റെ പ്രീ ഇമേജ് എന്താണ്? അതറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഈ സ്ട്രെയിറ്റ് ലൈൻ ഈ ഗ്രാഫിൽ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ x ആക്സിസിലേക്ക് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ x ആക്സിസിലേക്ക് വരയ്ക്കുക. അപ്പൊ ഈ കോഡൊമെയിനിലത്തെ ഈ പോയിന്റിന്റെ പ്രീ ഇമേജ് ഏതാണ്? ഈ x1 x2 x3 പോയിന്റ്സ് ആണ് ഈ എലമെന്റിന്റെ പ്രീ ഇമേജ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ? അങ്ങനെ നിങ്ങൾ ഈ ഇന്റർവെലിലത്തെ ഏത് പോയിന്റ് എടുത്താലും അതിന് ഈ x ആക്സിസിൽ ഒരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഇസ് ഓൺ 2. അപ്പൊ നമ്മുടെ സൈൻ എക്സ് ഇൻവേർട്ടിബിൾ ആണോ? അല്ല. എന്താ കാരണം? ഈ ഫംഗ്ഷൻ 1 1 അല്ല അല്ലെ? ഇപ്പൊ 1 1 ആൻഡ് ഓൺ 2 ആയാൽ മാത്രമാണ് സൈൻ എക്സ് എന്താവുള്ളൂ? ഇൻവേർട്ടിബിൾ ആവുള്ളൂ. അതിനൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ ഈ ഫംഗ്ഷനെ ഇൻവേർട്ടിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡൊമെയിനിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇപ്പൊ ഇവിടുത്തെ ഡൊമെയിൻ എന്താ? റിയൽ നമ്പേഴ്സ് ആണ്. അതായത് ഈ എക്സ് ആക്സിസ് ആണ് നമ്മുടെ ഡൊമെയിൻ. അപ്പൊ ഈ ഡൊമെയിൻ നമ്മൾ ഓരോ ഇന്റർവെൽസിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലില് സൈൻ എക്സ് എന്തായിരിക്കും? 1 1 ആൻഡ് ഓൺ 2 ആയിരിക്കും. അപ്പൊ സൈൻ ഫംഗ്ഷൻ 1 1 ആവാത്ത കാരണം എന്താ? ഇങ്ങനത്തെ ഓരോ ഹംപുകളും ഇങ്ങനത്തെ യു ഷേപ്പ് ഒക്കെ ഉള്ള കാരണമാണ് അല്ലെ?
അപ്പോൾ ഇങ്ങനത്തെ ഹംപ്പൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഹംപ്സ് ഒക്കെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ, ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഒന്നിലധികം പോയിന്റ്സിൽ ഇങ്ങനെ മീറ്റ് ചെയ്യും അല്ലേ. അതുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ 1 1 ആവാത്തത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും വെച്ചാൽ ഇങ്ങനത്തെ ഹംപിന്റെ ഒക്കെ പകുതി വെച്ച്, അതായത് ഇവിടെ നോക്കാൻ വെച്ചാൽ π/2 തൊട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, മാച്ച് കളയും, ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇവിടെ തൊട്ടുള്ള ഗ്രാഫ് എന്ത് ചെയ്തു, നമ്മൾ മാച്ച് കളഞ്ഞു. അതേപോലെ ഈ ലെഫ്റ്റ് സൈഡില് U ഷേപ്പിന്റെ പകുതി തൊട്ട് ഇങ്ങോട്ടേക്കുള്ള ഭാഗങ്ങളൊക്കെ മാച്ച് കളയും. അപ്പൊ നമുക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, മാച്ച് കളഞ്ഞു. ഇവിടുത്തെ ഇന്റർവെൽ എന്താ, ഇവിടുത്തെ ഇന്റർവെൽ എന്ന് പറയുന്നത് -π/2 ടു π/2 ആണ് അല്ലെ. ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2 ആണ് എന്ത്, ഡൊമെയിൻ എന്ന് പറയുന്നത്. ആൻഡ് റേഞ്ച് എന്താ, റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 തന്നെയാണ്. നമ്മൾ എന്താ ചെയ്തേ, ഈ ഡൊമെയിനിനെ റെസ്ട്രിക്ട് ചെയ്തു, ഒരു കുഞ്ഞ ഇന്റർവെല്ലിലേക്ക് റെസ്ട്രിക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇന്റർവെല്ലില് നമ്മുടെ സൈൻ എക്സ് എന്താണ്, ഇറ്റ് ഇസ് 1 1 ആൻഡ് ഓൺ 2 അല്ലെ. ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഒരേ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്, 1 1 ആണ്. പിന്നെ ഓൺ 2 നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ സൈൻ എക്സ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2 ടു ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 ഇസ് ഇൻവേർട്ടിബിൾ. ഇപ്പം ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിനൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലെ. അതാണ് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെ നിന്നായിരിക്കും, ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 നിന്ന് ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2ലേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ റേഞ്ചിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് പറയാ. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ കാണാനായിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ സൈൻ എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2 ആണ്. അപ്പോൾ ഇത് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ജി. ഇപ്പോൾ y ഈക്വൽസ് സൈൻ എക്സ് ആണെങ്കിൽ ഇപ്പോൾ എക്സ് ഈക്വൽസ് എന്തായിരിക്കും, ഇപ്പൊ സൈനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ സൈൻ ഇങ്ങോട്ട് വരുമ്പോൾ അത് സൈൻ ഇൻവേഴ്സ് ആയി മാറും. സൈനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സൈൻ ഇൻവേഴ്സ് y എന്ന് കിട്ടും. അപ്പൊ y ഈക്വൽസ് സൈൻ എക്സ് ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് x ഈക്വൽസ് സൈൻ ഇൻവേഴ്സ് y. ഇനി x ഈക്വൽസ് സൈൻ ഇൻവേഴ്സ് y ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് y ഈക്വൽസ് സൈൻ എക്സ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഈ റിയൽ നമ്പേഴ്സിനെ ഈ ഒരു ഇന്റർവെല്ലിലേക്കാണ് റെസ്ട്രിക്ട് ചെയ്തത്. പക്ഷെ ഇത് മാത്രമല്ല, വേറെ എത്ര വേണമെങ്കിലും ഇന്റർവെൽസിലേക്ക് നിങ്ങൾക്ക് റെസ്ട്രിക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം എടുത്ത കാരണമാണ് ഈ ഇന്റർവെല് കിട്ടിയത് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ ഹംപിലത്തെ ഈ പോർഷൻസ് ഒക്കെ മാച്ച് കളഞ്ഞു എന്ന് വിചാരിക്കാം. അതുപോലെ ഇവിടെ താഴെ നോക്കാന്ന് വെച്ചാൽ ഈ യു ഷേപ്പിന്റെ പകുതി തൊട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ മാച്ച് കളഞ്ഞു എന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഇന്റർവെൽ എന്താണ്, ക്ലോസ്ഡ് ഇന്റർവെൽ π/2 3π/2 അല്ലെ. ഇതാണ് ഇവിടുത്തെ ഇന്റർവെൽ. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിൽ നോക്കാച്ചാലും ഈ സൈൻ എക്സ് എന്താണ്, ഇറ്റ് ഇസ് 1 1 ആൻഡ് ഓൺ 2, ദാറ്റ് ഇസ് ഇൻവേർട്ടിബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഇന്റർവെല്ലിന് പകരം ഈ ഇന്റർവെൽസ് ഒക്കെ ഉപയോഗിക്കാം, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്റർവെൽ ഇതാണ്, അതുകൊണ്ടാണ് ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2 എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് കോസ് എക്സിന്റെ കേസ് നോക്കാം. ഇനി നമുക്ക് കോസ് എക്സ് ഇൻവേർട്ടിബിൾ ആവുമെന്ന് നോക്കാം. ഇപ്പൊ സൈൻ എക്സിന്റെ പോലെ തന്നെയാണ് കോസ് എക്സ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ കോസ് എക്സിന്റെ ഡൊമെയിൻ എന്താണ്, റിയൽ നമ്പേഴ്സ് ആണ്. ആൻഡ് റേഞ്ച് എന്താ, ദാറ്റ് ഇസ് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. അപ്പോൾ നമുക്ക് കോസ് എക്സിന്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ കോസ് 0 എന്താ, കോസ് 0 1 ആണ്. കോസ് π/2 എന്താണ്, കോസ് π/2 0 ആണ്. കോസ് π എന്താണ്, ദാറ്റ് ഇസ് -1. കോസ് 3π/2 ദാറ്റ് ഇസ് 0. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാൻ വെച്ചാൽ കോസ് -π/2 എന്താ, ദാറ്റ് ഇസ് 0. കോസ് -π എന്താ, ദാറ്റ് ഇസ് -1. കോസ് -3π/2 എന്താണ്, ദാറ്റ് ഇസ് 0. ഈ പോയിന്റ്സിനൊക്കെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടുക. ഇപ്പോൾ സൈൻ എക്സിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഫംഗ്ഷൻ എന്തല്ല, 1 1 അല്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ആ ലൈൻ ഒന്നിലധികം പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, 1 1 അല്ല. ആൻഡ് ഈ ഫംഗ്ഷൻ ഓൺ 2 ആണ്. ക്ലോസ്ഡ് ഇന്റർവെൽ -1 1ത്തെ ഏത് പോയിന്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഈ പോയിന്റ് എടുത്തു. അപ്പം എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ ഡ്രോ ചെയ്യുക. അപ്പോൾ ആ ലൈൻ ഈ ഗ്രാഫിൽ ഓരോ പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങളൊരു പെർപെൻഡിക്കുലർ വരച്ച് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുക. അപ്പോൾ ഇതാണ് x1, ഇതാണ് x2 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഈ കോഡൊമൈനിലത്തെ ഈ എലമെന്റിന് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഈ എലമെന്റിന്. ഇപ്പം ഞാൻ എ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ എലമെന്റിന്റെ പ്രീ ഇമേജുകളാണ് എന്ത്, x1 ആൻഡ് x2. അങ്ങനെ ഈ ക്ലോസ് ഇന്റർവെലത്തെ ഏത് എലമെന്റ് ചൂസ് ചെയ്താലും അതിന് ഈ എക്സ് ആക്സിസിൽ ഒരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ്. അപ്പം നമ്മൾ സൈൻ എക്സിന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ ഈ ഫംഗ്ഷൻ എന്താക്കണം? 1 ആക്കണം. അപ്പോൾ 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഡൊമൈനിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലേ? അപ്പം നമുക്കൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനത്തെ ഹംപ്പൊക്കെ വരുമ്പോൾ അതിൻ്റെ ഹാഫ് പോർഷൻ തൊട്ട് നമ്മൾ എന്ത് ചെയ്യും? മാച്ച് കളയും അല്ലേ? അപ്പം ഞാനിവിടെ ഈ ഹംപ്പിലത്തെ ഈ ഭാഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാണ്. അപ്പോൾ ഇവരിനൊക്കെ ഞാൻ മാച്ച് കളയാണ്. ആൻഡ് ഇവിടെ താഴെ നോക്കാന്ന് വെച്ചാൽ ഇവിടെ ഒരു യു ഷേപ്പ് ഉണ്ട് അല്ലേ? അപ്പം എന്ത് ചെയ്യുക? പകുതി തൊട്ട് ഇവിടുന്ന് മാച്ച് കളയാം. അപ്പം നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താ? ഈ ഷേപ്പാണ് കിട്ടിയത് അല്ലേ? ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയത്. ഇപ്പം ഇവിടുത്തെ ഇന്റർവെൽ എന്താ? 0 തൊട്ട് പൈ വരെയാണ് ഇവിടുത്തെ ഇന്റർവെൽ അല്ലെ? 0 തൊട്ട് പൈ വരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ റിയൽ നമ്പേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്തു അല്ലെ? 0 ടു പൈ വരെ ആക്കി മാറ്റി. ഈ റിയൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? റെസ്ട്രിക്ട് ചെയ്തു 0 ടു പൈ. ക്ലോസ്ഡ് 0 പൈ തൊട്ട് ക്ലോസ്ഡ് -1 1ലേക്കുള്ള ഈ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഇസ് 1 1 ആൻഡ് ഓൺ ടു. നിങ്ങൾക്ക് ഈ ഇന്റർവെൽ തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇന്റർവെൽ ചൂസ് ചെയ്യാം. ഇപ്പൊ -π തൊട്ട് 0, -π തൊട്ട് 0 വരെയുള്ള ഈ ഇന്റർവെൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഇന്റർവെൽ എന്താണ്? ദാറ്റ് ക്ലോസ്ഡ് ഇന്റർവെൽ 0 π. ഓക്കെ, ഫ്രം ക്ലോസ്ഡ് ഇന്റർവെൽ 0 π ടു ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. ഈ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഇസ് ഇൻവേർട്ടിബിൾ. ഈ ഫംഗ്ഷൻ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ ജി. ഇപ്പൊ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ -1 1ൽ നിന്ന് എങ്ങോട്ടായിരിക്കും? ക്ലോസ്ഡ് ഇന്റർവെൽ 0 പൈയിലേക്കാവും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ജി ഓഫ് വൈനെ എങ്ങനെ എഴുതും? ജി ഓഫ് വൈ എന്തായിരിക്കും? ഇപ്പൊ ജി ഓഫ് വൈ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനെ വൈന്ന് എഴുതാം. അപ്പോൾ y ഈക്വൽസ് കോസ് എക്സ് എന്ന് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ എക്സ് കണ്ടുപിടിക്കുക. അപ്പൊ എക്സ് എന്തായിരിക്കും? എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സിനായി മാറും. അപ്പോൾ കോസ് ഇൻവേഴ്സ് y ഈക്വൽസ് എക്സ്. അതാണ് നമ്മുടെ ജി ഓഫ് വൈ. അപ്പോൾ കോസ് ഇൻവേഴ്സ് വൈ. ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ് 0 π ടു ക്ലോസ് -1 1 is invertible if there exists a function g from closed -1 1 to close 0 π such that ഈ എഫ് ഓഫ് എക്സിന്റെ y എന്ന് ഇതാണ്. അപ്പോൾ y ഈക്വൽസ് കോസ് എക്സ് ആണെങ്കിൽ നമുക്ക് കോസ് ഇൻവേഴ്സ് വൈനെ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ആൻഡ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോസ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്തായിരിക്കും? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ക്ലോസ്ഡ് ഇന്റർവെൽ 0 π. എഫിന്റെ ഇൻവേഴ്സ് ആണ് ജി അല്ലെ? അപ്പൊ ഈ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ റേഞ്ച് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിട്ട് വരാം. നമുക്ക് ടാൻ എക്സിന്റെ കേസ് നോക്കാം. അപ്പൊ ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താ? ടാൻ എക്സ് ഇസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലെ? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ്. ഇപ്പൊ ടാൻ എക്സിന്റെ കേസിൽ ഡൊമൈൻ എന്തായിരിക്കും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡൊമൈൻ എന്താ? റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് എക്സ് ഈക്വൽസ് 2n+1 ഇൻറ്റു π/2 where n belongs to integers. ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ടാൻ എക്സിന്റെ ഡൊമൈൻ. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഡൊമൈൻ കിട്ടിയത്? നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പൊ ഈ കോസ് എക്സ് എന്താവാൻ പാടില്ല? കോസ് എക്സ് എന്ന് പറയുന്നത് 0 ആവാനായിട്ട് പാടില്ല അല്ലെ? അപ്പൊ കോസ് എക്സ് എപ്പോഴാണ് 0 ആവാ? കോസ് 0 ആവണമെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2ന്റെ കേസിലാണ് കോസ് എക്സ് 0 ആവാറുള്ളത്. ആൻഡ് ദിസ് n ബിലോങ്സ് ടു ഇന്റീജേഴ്സ്. ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ +1ൽ പഠിച്ചതാണ്. ഇവിടെ n ഈക്വൽസ് 1 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 2 × 1 + 1 × π/2 അല്ലെ? 2 × 1 + 1 എന്താ? ദാറ്റ് ഇസ് 3 π/2 അല്ലെ? ഇപ്പൊ cos 3 π/2 എന്താ? നിങ്ങൾ ഗ്രാഫിൽ കണ്ടതാണ്. cos 3 π/2 is 0. ഇനി n ഈക്വൽസ് 2 എടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? 2 × 2 + 1 എന്താണ്? ദാറ്റ് ഇസ് 5 അല്ലെ? 5 π/2 എന്ന് കിട്ടും. cos 5 π/2 എന്താ? cos 5 π/2 അതെന്താണ്? ദാറ്റ് ഇസ് 0. ഇപ്പൊ n 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് കിട്ടും? 2 × 0 + 1. അപ്പൊ 2 × 0 + 1 എന്താണ്? ദാറ്റ് ഇസ് 1 × π/2. അപ്പൊ നമുക്കറിയാം cos π/2 എന്താണ്? ദാറ്റ് ഇസ് 0. ഈക്വൽസ് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 × -1 + 1 എന്ന് കിട്ടും. അപ്പൊ -2 + 1 × π/2 ദാറ്റ് ഇസ് -π/2. നമ്മൾ കണ്ടതായിരുന്നു cos -π/2 എന്താണ്? ദാറ്റ് ഇസ് 0. വിച്ച് മീൻസ് എക്സ് എന്ന് പറയുന്നത് ഈ എക്സ് എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ആവുമ്പോൾ ഒക്കെ കോസ് എക്സ് എന്താണ്? ദാറ്റ് ഇസ് 0.
അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണത് ടാൻ എക്സ് ആണ്. അപ്പം ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പം ടാൻ എക്സ് ഡിഫൈൻ ആവണമെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്നത് 0 ആവാനായിട്ട് പാടില്ല. cos x 0 ആയി കഴിഞ്ഞാൽ if cos x equals 0 then tan x is not defined. ഓക്കെ, cos a plus 0 ആവാ. എക്സ് എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ആവുമ്പോഴൊക്കെ cos എന്താണ് 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടാൻ എക്സിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് എലിമിനേറ്റ് ചെയ്യും? ഈ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 നമ്മൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, where this n belongs to integers. ഈ എക്സ് വാല്യൂസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ റിയൽ നമ്പേഴ്സിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. അപ്പം ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിലത്തെ റേഞ്ച് എന്താണ്? ടാൻ എക്സിൻ്റെ റേഞ്ച് എന്താ? ദറ്റ് ഇസ് റിയൽ നമ്പേഴ്സ്. ഇത് നിങ്ങൾ +1 പഠിച്ചതാണ്, ഡൊമെയിനും റേഞ്ചും. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. നമുക്ക് ടാൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അപ്പം ടാൻ 0 എന്താണ്? ദറ്റ് ഇസ് 0. ടാൻ π/2 എന്താ? ടാൻ π/2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ? നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ടാൻ π/2 എന്തായിരിക്കും? ടാൻ π/2 ഇസ് ഈക്വൽ ടു സൈൻ π/2 ബൈ കോസ് π/2. അപ്പോൾ സൈൻ π/2 എന്താണ്? ദറ്റ് ഇസ് 1 ആൻഡ് കോസ് π/2 എന്താ? 0 ആണ്. അപ്പോൾ 1/0 ഡിഫൈൻഡ് ആണോ? ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ? അപ്പോൾ ടാൻ π/2 എന്താണ്? ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഈ π/2ൻ്റെ അവിടെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ആണ് വരച്ച് വെക്കുക. നെക്സ്റ്റ് ടാൻ പൈ എന്താ? ടാൻ പൈ എന്ന് പറയുന്നതും 0 ആണ് അല്ലേ? ടാൻ പൈ എന്ന് പറയുന്നത് എന്താ? ദറ്റ് ഇസ് സൈൻ പൈ ബൈ കോസ് പൈ. അപ്പോൾ സൈൻ പൈ എന്ന് പറയുന്നത് എന്താ? 0 ആണ്. ആൻഡ് കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ 0 ബൈ -1 എന്ന് പറയുന്നത് എന്താ? ദറ്റ് ഇസ് 0. അതുകൊണ്ട് ടാൻ പൈ എന്താണ്? ദറ്റ് ഇസ് 0. അപ്പോൾ ഇവിടെയാണ് മാർക്ക് ചെയ്യുക. ഇനി ടാൻ 3π/2 എന്താ? ടാൻ 3π/2 എന്താ? ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഇവിടെയും 3π/2ൻ്റെ കേസിൽ നമ്മളിങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇട്ട് പോകും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയെന്ന് വെച്ചാൽ ടാൻ -π/2 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ടാൻ -3π/2 എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ഡിഫൈൻഡ്. ടാൻ -π എന്താ? ദറ്റ് ഇസ് 0. അപ്പോൾ ഈ പോയിന്റ്സ് മാത്രം വെച്ച് നമുക്കൊരു ഗ്രാഫ് കിട്ടണില്ല. അപ്പോൾ നമ്മൾ ടാൻ 45 ഒക്കെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ടാൻ 45 എന്താ? 1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ വരും നമ്മുടെ ടാൻ 45. ഓക്കെ, അപ്പോൾ ടാൻ 45 അതിനെങ്ങനെ എഴുതാം? π/4 എന്ന് എഴുതാം. അപ്പോൾ ടാൻ 45 എന്താ? ദറ്റ് ഇസ് 1. ഇനി ടാൻ 30 എന്താണ്? ടാൻ 30 ഈസ് 1/√3 അല്ലേ? അത് അപ്രോക്സിമേറ്റ്ലി 0.57 ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ടാൻ 30 എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. അതിന്റെ വാല്യൂ എന്താണ്? 0.5 സംതിങ് അല്ലെ? അപ്പോൾ ഇവിടെ ആയിട്ടാണ് ടാൻ 30ന്റെ ഇമേജ് വരാം. ഇനി ടാൻ 60 ഇസ് √3. ഇപ്പോൾ √3 എന്താണ്? 1.7 സംതിങ് അല്ലെ? ടാൻ 60 അപ്പോൾ അത് ഇവിടെ ആയിട്ട് വരും. ടാൻ 60ന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഇസ് 1.73. ഇങ്ങനെ ഇവിടെ നോക്കാന്ന് വെച്ചാൽ ഈ പോയിന്റ്സിനൊക്കെ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. അത് ഇനി നിങ്ങൾ ഇതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കുക. അപ്പോൾ ടാൻ -45 എന്തായിരിക്കും? ദറ്റ് ഇസ് -1. ഇതാണ് 45 എന്ന് വിചാരിക്കുക. അപ്പോൾ π/4 നെഗറ്റീവ് π/4 എന്ന് പറയുന്നത് എന്താ? -1 ആണ്. ടാൻ -30 ഡിഗ്രി എന്തായിരിക്കും? -0.57 ആയിരിക്കും. അപ്പോൾ ഇവിടെ വരും ആ വാല്യൂ. ഇനി ടാൻ π/3 എന്ന് പറയുന്നത് അതായത് ടാൻ 60 എന്തായിരിക്കും? ദറ്റ് ഇസ് -1.73 ഇവിടെ ആയിട്ടാണ് വരിക. അപ്പോൾ ഈ പോയിന്റ്സിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടുക. അപ്പോൾ ഇതാണ് ടാൻ എക്സിന്റെ ഗ്രാഫ്. അതേപോലെ ഇവിടെ ഒക്കെ വരും, ഇങ്ങനെ വരും. ഓക്കെ, ഈ ഫംഗ്ഷൻ 1 ആണോ? അല്ല. എന്താ കാരണം? ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഈ 3 പോയിന്റ്സിലാണ് മീറ്റ് ചെയ്യണത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? 1 അല്ല. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ? ഓൺ ടു ആണ്. എന്താ കാരണം? കോഡൊമെയിൻ എന്താ? ഈ y ആക്സിസ് ആണ്. y ആക്സിസിലത്തെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്? ഒരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? എല്ലാ എലമെന്റ്സിനും ഇങ്ങനെ ഒരു പ്രീ ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷനെ 1 ആക്കി മാറ്റണം അല്ലേ? അപ്പം എന്ത് ചെയ്യുക? നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും കേസിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇയാളിനെ എന്ത് ചെയ്യുക? 1 ആക്കി മാറ്റുക. ടാൻ എക്സിനെ 1 ആക്കാൻ നല്ല ഈസിയാണ്. ഏതെങ്കിലും ഒരു ഗ്രാഫിനെ മാത്രം ഇങ്ങനെ വെക്കുക, ബാക്കിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? മാച്ച് കളയുക. ഇപ്പം ഞാൻ ഇവരിനെ 2 പേരിനെയും മാച്ച് കളയാണ്.
അപ്പോൾ ഡൊമെയിനിനെ ഞാൻ റെസ്ട്രിക്ട് ചെയ്തത് ഈ ഇൻട്രവൽസിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഡൊമെയിനിനെ റെസ്ട്രിക്ട് ചെയ്ത് നോക്കുന്നത് -π/2 π/2 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിലേക്കാണ്. നെക്സ്റ്റിന്റെ കേസിൽ tan π/2ഉം tan -π/2 എന്താണ്? ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ എടുക്കണ ഇന്റർവെൽ എന്താ? ഓപ്പൺ ഇന്റർവെൽ ആണ് എടുക്കുക. അല്ലെങ്കിൽ സാധാരണ നമ്മൾ എന്താ എടുക്കാറുള്ളത്? ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് എടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ -π/2ഉം π/2ഉം എന്തല്ല? ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് അല്ലെ. ഇതിന്റെ ഇടയിലുള്ള വാല്യൂസിന് മാത്രമാണ് ഈ ഫംഗ്ഷൻ എന്താവണുള്ളൂ? ഡിഫൈൻ ആവണുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ഇന്റർവെൽ -π/2 π/2 എടുത്തത്. ഓക്കെ, ഫ്രം ഓപ്പൺ ഇന്റർവെൽ -π/2 π/2 ടു r എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ എന്തുണ്ട്? ഇറ്റ് ഹാസ് എൻ ഇൻവേഴ്സ്. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് എങ്ങനെയായിരിക്കും? അതാണ് നമ്മുടെ g. അപ്പൊ g എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആറിൽ നിന്ന് എങ്ങോട്ടായിരിക്കും? ഓപ്പൺ ഇന്റർവെൽ -π/2 π/2ലേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ sin x കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ y = tan x ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? tan ഇൻവേഴ്സ് y എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു x. അതേപോലെ tan ഇൻവേഴ്സ് y = x ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? y = tan x എന്നും എഴുതാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ tan x കേസിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? ദാറ്റ് ഈസ് ഓപ്പൺ ഇന്റർവെൽ -π/2 π/2. അപ്പം അത് നിങ്ങൾ പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ട്.